നമസ്കാരം. ഞാൻ ടിൻഡു സിനോയി. നമ്മുടെ പുത്തും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത്, നമുക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചു, എടി നീ ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരാമോ, ഞങ്ങൾക്ക് ഇഡ്ഡലി പാത്രം ഒന്നും ഇല്ലാന്ന്. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുന്നേ, അതിഗംഭീരമായ ഗവേഷണത്തിനൊടുവിൽ ഞാൻ സ്വയമായി കണ്ടെത്തി ഇഡ്ഡലി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ എനിക്ക് ഈ വീട്ടിൽ ബേസിക് ആയിട്ടുള്ള പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് എനിക്കിവിടെ വേറെ ഒരു പാത്രങ്ങളും ഇല്ല. അപ്പം ഞാൻ തപ്പി എങ്ങനെ ഇത് ഉണ്ടാക്കാന്നുള്ളതിൽ തപ്പി എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് കിട്ടി ഇങ്ങനത്തെ ഒരു ഇതുണ്ടോ, ചെറിയ ബൗൾ കിട്ടി. അപ്പം ഇതിനകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഇഡ്ഡലി. അപ്പം ഇങ്ങനത്തെ 3 എണ്ണം ഉണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചെറിയ സ്റ്റീലിൻ്റെ ബൗൾ ഇങ്ങനത്തെ ചെറിയതുണ്ടെങ്കിൽ നമുക്ക്, നമ്മൾ തമിഴ്നാട്ടിൽ മറ്റേ മസാല ദോശയൊക്കെ കഴിക്കുമ്പോൾ ചെറിയ സ്റ്റീലിൻ്റെ പാത്രങ്ങളില്ലേ, അപ്പോൾ ഇവിടെയൊക്കെ ചില വീടുകളിൽ അങ്ങനത്തെയൊക്കെ പാത്രങ്ങളുണ്ട്. നിർഭാഗ്യവശാൽ എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ പാത്രങ്ങളൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളും ഞാനും എൻ്റെ ഈമയും മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. അപ്പോൾ ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് വരച്ചിട്ട് ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കി കാണിക്കാം. അപ്പം നിങ്ങളുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയണം. അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ടത് ദോശപ്പൊടിയാണ്. അപ്പം ഇതുണ്ടോ ദോശപ്പൊടി. ഇപ്പം എൻ്റെ ദോശപ്പൊടി തീരാറായിട്ടോ. ഇതിപ്പോൾ 3-4 മാസം മുമ്പ് വാങ്ങിച്ചതാണ്. ദോശയൊക്കെ ഉണ്ടാക്കി തീർന്നു. അപ്പോൾ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ രാവിലെ കുഴച്ച് വെച്ചതാണ് കേട്ടോ. ഇച്ചിരി ഈസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ല വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. കാരണം ഇവിടെ മിക്സി ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ദോശപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിക്കകത്തിട്ട് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കിട്ടും, ഇച്ചിരി ചോറും കൂടി ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിവിടെ ചോറിടാനോ വേറെ നിവൃത്തിയൊന്നുമില്ല, ഉള്ളി ദോശപ്പൊടി. അപ്പോൾ ഞാൻ അതിനകത്ത് ഇച്ചിരി പുളിക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഇട്ടായിരുന്നു. നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നായിരുന്നു അല്ലേ നിങ്ങളെ കൊഴുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ സെയിം ഇത്രയും ഹൈറ്റുള്ള ഒരു പാത്രം എടുക്കുക. കാരണം ഹൈറ്റ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തുണിയാണല്ലോ കെട്ടി വെക്കണേ. അപ്പോൾ തുണി കെട്ടി വെക്കുമ്പം എങ്ങാനും തീ പിടിച്ചാലോ, അതുകൊണ്ട് നമുക്ക് ഹൈറ്റുള്ള ഒരു ഇതെടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഒരു വെള്ളത്തുണി എടുക്കുക, അതിങ്ങനെ നല്ലതായിട്ട് കെട്ടി വെക്കുക. കണ്ടല്ലോ, കെട്ടി വെക്കുക. അപ്പോൾ അതിൽ എന്നിട്ട് നമുക്ക് ഇഡ്ഡലി മാവ് എടുത്തിട്ട് ഇതിനകത്ത് എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ആവി വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓയിലൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒലിവ് ഓയിലാട്ടോ. ഇവിടെ 2 ഓയിൽ കിട്ടും. നമ്മുടെ സൺഫ്ലവർ ഓയിൽ പോലത്തെ തന്നെ ഇവിടുത്തെ ഓയിലും ഉണ്ട്, ഒലിവ് ഓയിലും ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് ഇങ്ങനെ ഇത് കൊടുക്കാം. എനിക്കിവിടെ 3 പാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് 3 പാത്രത്തിൽ ഇതെടുക്കാം. എനിക്കാണോ ഒരു ഇത് വെച്ചിട്ട് എടുക്കാമേ, കാണിച്ചു തരാം. പൊങ്ങി വരികയ്ക്ക് നമുക്ക് ചെറുതായിട്ട് ഉണ്ടാക്കാം. അപ്പം നമ്മൾ കറക്റ്റ് പെർഫെക്ഷൻ വെക്കാൻ വേണ്ടി നമ്മളിപ്പോൾ കേരളത്തിലൊന്നും അല്ലോ, നമ്മളിപ്പോൾ ഇസ്രയേലല്ലേ. അപ്പോൾ ഉള്ളതും കൊണ്ട് ഓണം പോലെ നമുക്ക് ഇഡ്ഡലി ദൊഡലി എന്നൊക്കെ വേണേൽ പറയാം. അപ്പം ഇഡ്ഡലി ആണെങ്കിലും ദൊഡലി ആണെങ്കിലും ആവൂലോ, അത്രയെങ്കിലും നമ്മൾ കണ്ടല്ലോ. നമുക്ക് ഒന്നും ഇല്ലാതിരിക്കുന്നതിലും ഭേദമല്ലേ ഉള്ളതും കൊണ്ട്, അല്ലേ? അപ്പം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇതെടുത്ത് ഇതിൽ വെക്കാം. 3 എണ്ണം വെക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഈ കുഴിക്കകത്ത് നമുക്ക് 2-3 എണ്ണം വെക്കാൻ പറ്റില്ല, കാരണം തെന്നിപ്പോവുമല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുക്കുക. പ്ലേറ്റ് എടുത്തിട്ട് ഇതിൽ വയ്ക്കുക. ഒരു വിധത്തിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 എണ്ണം ആയി വരുമ്പോൾ കറക്റ്റ് ഇഡ്ഡലി പോലെ ആവില്ലെന്ന് തോന്നുന്നു, ചെരിഞ്ഞൊക്കെ ആയിരിക്കുന്നത്. എങ്കിലും വേണ്ടില്ല, അങ്ങനെ ആക്കിയിട്ടുണ്ട്. നമുക്ക് വെന്ത് വരുമ്പോൾ എന്താവുമെന്ന് നോക്കാം. ഇഡ്ഡലി വെന്തോന്ന് നോക്കാം. ആവി കുത്തി നോക്കാം. അടിപൊളി വെന്തു കേട്ടോ, നല്ലതായിട്ട് വെന്തു കേട്ടോ. സെറ്റ്.
ഇത് ഞാൻ ഇഡ്ഡലി വേവിക്കാൻ നേരത്ത് ഇതിനകത്ത് ഞാനൊരു തക്കാളിയും ഇച്ചിരി പച്ചമുളകും ഒരു സവോളയും കൂടെ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് കിട്ടി. ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഇത് നന്നായിട്ട് ക്രഷ് ചെയ്ത് ഇടിച്ചെടുത്തിട്ട് നന്നായിട്ട് ചതഞ്ഞ് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ട് ഇച്ചിരി കടുവും കൂടെ മൂപ്പിച്ചിട്ട് എടുത്ത് നല്ലൊരു തക്കാളി ചമ്മന്തി പോലെ ഞാൻ ഒരു വിധത്തിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയുടെ അവസാന സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങളെ കാണിക്കാം. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ കിട്ടും. ഇതിനകത്തിന് വേറൊന്നും പറയാനില്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് ആട്ടോ. അതായത് ഇതുണ്ടോ പൂ പോലത്തെ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാവോ, നല്ല സ്മൂത്ത് നല്ല സെറ്റപ്പ്. അതിന് നമുക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഇച്ചിരി തക്കാളി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചുമ്മാ വെറുതെ ഇട്ടിട്ട് ഇതിങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ഇത് മുക്കിയിട്ട് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ കേട്ടോ, അടിപൊളി. അപ്പോൾ എല്ലാവരും പോയിട്ട് ഉണ്ടാക്കുക. ചെറിയ ചെറിയ പാത്രങ്ങളോ എന്തെങ്കിലും ആയിട്ട് അടുക്കളയിൽ പോയിട്ട് തപ്പിയെടുക്കുക, പാത്രം എടുക്കുക, ഒരു വെള്ളത്തുണി എടുക്കുക, കെട്ടുക, സംഭവം ഉണ്ടാക്കുക, കിറ്റില്ല. എന്നിട്ട് നിങ്ങൾ എനിക്ക് വന്നിട്ട് അഭിപ്രായം പറയണം ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കേട്ടോ. അപ്പം നല്ലതാണ്, അടിപൊളിയാണ്. എല്ലാവരും പോയി ഉണ്ടാക്കണം. അപ്പം അടുത്ത ദിവസം ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ഒക്കെ കിട്ടുവാണെങ്കിൽ അങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരെ സന്ധിക്കും വരെ വണക്കം. ബൈ ബൈ.